Good morning, all. Good morning, ma'am. Good morning. Good morning. Good morning. Morning, teacher. Good morning. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ലാസ്റ്റ് ക്ലാസ്സിൽ 2 ടേബിൾ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ടേബിൾ പഠിച്ചായിരുന്നു എല്ലാവരും? നോക്കിയോ? എടുത്ത് അത്രയും വായിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചോ? എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. നെക്സ്റ്റ് വന്നപ്പോ നമ്മൾ ഒ പി ഡി എന്താണെന്നുള്ളത് പഠിച്ചു. ദെൻ അതിന്റെ ലൊക്കേഷൻ, ദെൻ ഒ പിയിൽ നമ്മൾ ഒ പിയിലത്തെ പ്രധാനപ്പെട്ട 3 ഏരിയകൾ ഏതൊക്കെയാണെന്ന് കണ്ടു. ദെൻ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് എക്യുപ്മെന്റ്സുകളൊക്കെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒ പി ഡിയുടെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ഒ പി ഡി. ഇപ്പൊ കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ മാക്സിമം അത് സിമ്പിൾ ആയിട്ട് ഷോർട്ട് ആക്കിയിട്ടാണ് പോയിന്റ്സുകൾ തന്നിരിക്കുന്നത്. അപ്പൊ അത് അതുപോലെ തന്നെ നിങ്ങളൊന്നും പഠിക്കണം. അതിൽ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. മാക്സിമം അത് സിമ്പിൾ ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ നോക്കാം ഫങ്ഷൻസ് ഓഫ് ഒ പി ഡി. ഫസ്റ്റ് ഫങ്ഷൻ നോക്കാം, ഏർലി ഡയഗ്നോസിസ്, then curative, preventive and rehabilitative care on ambulatory basis. ഏർലി ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചു, രോഗ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രോഗങ്ങളെ നിർണ്ണയിക്കുന്നത് അല്ലെ, അതായത് ടെസ്റ്റുകളും മറ്റുമൊക്കെ നടത്തുക. നേരത്തെയുള്ള ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രോഗങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകളാകാം, മറ്റു രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. ദെൻ ക്യൂറേറ്റീവ്. ക്യൂറേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കേട്ടിട്ടുണ്ടോ വാക്ക് ക്യൂറേറ്റീവ്? ക്യൂറേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗശമനം. അതായത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് അല്ലെ, നമ്മൾ അതിനെ മാറ്റാൻ, അത് മാറാൻ, അതിനൊരു ശമനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണുന്നതും ഇതിന് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ലഭിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു രോഗത്തിൽ നിന്നും ഒരു രോഗശമനം കിട്ടുന്നത് അല്ലെ. അപ്പൊ ക്യൂറേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഒ പി ഡിയിൽ ചെന്നിട്ടുണ്ടെങ്കിലും ഡോക്ടറെ കാണുന്നു, മെഡിസിൻസ് ഒക്കെ നമുക്ക് തരുന്നു, ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി നമ്മളുടെ രോഗം പൂർണ്ണമായിട്ടും ഭേദമാകും അല്ലെ. ഇതാണ് ക്യൂറേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then preventive and rehabilitative care on ambulatory basis. ആംബുലേറ്ററി ബേസിസിൽ ഇനി എന്താണ് ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒ പി ഡി ബേസിസ് തന്നെയാണ് ആംബുലേറ്ററി ബേസിസ് എന്ന് പറയുന്നത്. അതായത് പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാതെ തന്നെ ഡയഗ്നോസിസ് ആണെങ്കിലും ട്രീറ്റ്മെന്റ്സും മറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത്, അതിനെയാണ് ആംബുലേറ്ററി ബേസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഒ പി ഡി ബേസിസിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ആകാതെ തന്നെ പ്രിവെന്റീവ് ആയിട്ട്, പ്രിവെന്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? രോഗത്തെ തടയാനായിട്ടുള്ള മാർഗങ്ങളും റീഹാബിലിറ്റേറ്റീവ് കെയറുകൾ നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിലെ പഠിച്ചോ? റീഹാബിലിറ്റേഷൻ സർവീസുകൾ അല്ലെ, ഫിസിയോതെറാപ്പി പോലുള്ള റീഹാബിലിറ്റേറ്റീവ് കെയറുകൾ ഇതെല്ലാം ആംബുലേറ്ററി ബേസിസിൽ കൊടുക്കുന്നു. ആംബുലേറ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒ പി ഡി ബേസിസിൽ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാതെ തന്നെ ഇങ്ങനെയുള്ള റീഹാബിലിറ്റേറ്റീവ് കെയറുകളും പേഷ്യൻസിന് കൊടുക്കുന്നു. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കണം. അതിന്റെ ഒരുപാട് ഡീറ്റെയിൽ ഒന്നുമില്ല, മാക്സിമം ഓരോ പോയിന്റും ഷോർട്ട് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസിൽ അല്ലെ, അതായത് അഡ്മിറ്റ് ആകാതെ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ട്രീറ്റ്മെന്റ്, ചികിത്സ പേഷ്യൻസിന് കൊടുക്കുന്നു. ദെൻ മൂന്നാമത്തെ ഫംഗ്ഷൻ സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ പോയിന്റ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ അഡ്മിഷനിലേക്കുള്ള ഒരു സ്ക്രീനിങ് ആണെന്ന് ഒ പി ഡിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. ആണോ? എന്തുകൊണ്ടാണ് അഡ്മിഷനിലേക്കുള്ള സ്ക്രീനിങ് എന്ന് പറയുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് തോന്നുന്നു ഞാൻ പറഞ്ഞായിരുന്നു തോന്നുന്നത്. നമ്മൾ വേറെ എവിടെയോ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞായിരുന്നു, സ്ക്രീനിങ്. കുറച്ചു പേർക്ക് ഓർമ്മയുണ്ട്. സ്ക്രീനിങ് അഡ്മിഷനിലേക്കുള്ള ഒരു സ്ക്രീനിങ് ആണെന്ന്. എന്തായിരുന്നു പറഞ്ഞ ഞാൻ പോയിന്റ്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഓർമ്മയുള്ളവരൊന്ന് നോക്കട്ടെ ആരൊക്കെയാണെന്ന്. ക്ലാസ്സിൽ എത്രത്തോളം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാലോ. എന്തായിരുന്നു ഞാൻ അവിടെ പറഞ്ഞായിരുന്നു? അഡ്മിറ്റ് ചെയ്യാനായിട്ട് അത് ഒ പി ഡിയും എനിക്ക് തോന്നുന്നു ഒ പി ഡി ഷെയർ വിത്ത് ഐ പി ഡി എന്ന് പറഞ്ഞ പോയിന്റിലായിരുന്നു പറഞ്ഞത് തോന്നുന്നു. ആ പോയിന്റിലാണോ? ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ.
ഹോസ്പിറ്റലിൽ അഡ്മിഷനുള്ള ഒരു സ്ക്രീനിങ് ആണെന്ന് OPD എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു, നമ്മൾ ആദ്യം ഒരു പേഷ്യന്റ് OPD-യിലേക്കാണ് ചെല്ലുന്നത് അല്ലെ. ഇപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഒരു പനിയോ ചുമയോ എന്തെങ്കിലും അസുഖമായിട്ട് നമ്മൾ ആദ്യം വരുന്നത് OPD-യിലേക്കാണ് അല്ലെ. ഇപ്പൊ ഡോക്ടറെ നമ്മൾ കാണുന്നു, ഡോക്ടർ മെഡിസിൻ ഒക്കെ തന്നു, ഒരു 5 ഡേയ്സിലേക്കുള്ള മെഡിസിൻ തന്നു. 5 ഡേയ്സ് കഴിയുമ്പോൾ ഒന്നും കൂടി വന്ന് കാണാൻ പറയും. ഇപ്പൊ നമുക്ക് തീരെ കുറവില്ല എങ്കിൽ നമ്മൾ വീണ്ടും 5 ഡേയ്സ് കഴിയുമ്പോൾ അത് കാണും. ഇപ്പൊ ഡോക്ടർ വീണ്ടും ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ തീരെ കുറവില്ല എങ്കിൽ ഡോക്ടർ എന്ത് പറയും? നമുക്ക് ഇനി അഡ്മിറ്റ് ചെയ്യാം പറയില്ലേ. അപ്പൊ നേരെ എന്തായി, OPD-യിൽ വന്ന് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, IPD-യിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. സോ സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ക്രീനിങ് ആണെന്ന് OPD എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ ആ പോയിന്റ്? എന്താണ് സ്ക്രീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്? ക്ലിയർ ആയോ ആ പോയിന്റ്? OPD-യിലേക്ക് വരുന്ന ഒരു പേഷ്യന്റിനെയാണ് പിന്നീട് നമ്മൾ അഡ്മിറ്റ് ആക്കുന്നത്, IPD-യിലോട്ട് മാറുന്നത്. സോ OPD എന്ന് പറയുന്നത് അഡ്മിഷനിലുള്ള ഒരു സ്ക്രീനിങ് തന്നെയാണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ, ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. ഫോളോ അപ്പ് കെയറുകൾ കൊടുക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ ഡോക്ടറെ കാണുന്നു, ഡോക്ടർ പറയുന്നു 5 ദിവസത്തെ മരുന്നിന് ശേഷം ഒന്നും കൂടി വന്ന് കാണാനായിട്ട് പറയും അല്ലെ. അതാണ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്, അതുപോലെ തന്നെ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു ഡിസ്ചാർജ് ആയി പോകുമ്പോഴും പേഷ്യന്റിന്റെ ഫോളോ അപ്പുകൾ കൊടുക്കാറുണ്ട് ഇല്ലേ. നമ്മൾ ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ട് ആ വഴി പേഷ്യന്റിനെ വിടാണോ ചെയ്യുന്നത്? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അങ്ങനെ ചെയ്യാറുണ്ടോ? ഡിസ്ചാർജ് ചെയ്തതിനു ശേഷവും ചിലപ്പോൾ ഒരു 1 വീക്ക് മെഡിസിൻ കൊടുത്തിട്ട് ആ 1 വീക്ക് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് വന്ന് ഡോക്ടറെ കാണാനായിട്ട് പറയാറില്ലേ? ഉണ്ടോ? എല്ലാ ഹോസ്പിറ്റലുകളും ഡിസ്ചാർജ് ഫോളോ അപ്പുകൾ കൊടുക്കാറുണ്ട് പേഷ്യൻസിന്. നെക്സ്റ്റ് ഫംഗ്ഷൻ, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആരോഗ്യത്തിനെ പ്രൊമോട്ട് ചെയ്യാന്ന്, അതായത് ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുക ബൈ എന്തിലൂടെ? ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ. അതായത് ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും ചെറിയ രീതിയിലുള്ള അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക, അല്ലെങ്കിൽ പ്രതിരോധ എന്താ പറയാ രോഗത്തെ പ്രതിരോധിക്കാൻ. ഇപ്പൊ മഴക്കാലമൊക്കെ വരുമ്പോൾ മഴക്കാല രോഗങ്ങളെ കുറിച്ചും അങ്ങനെയുള്ള അസുഖങ്ങളെ കുറിച്ചും പ്രതിരോധ കിറ്റ് കൊടുക്കാറുണ്ട്. കേട്ടിട്ടുണ്ടോ? പ്രതിരോധ കിറ്റുകൾ ഈ മഴക്കാലത്താണെങ്കിൽ പനിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ഇതുപോലുള്ള പ്രതിരോധ കിറ്റുകൾ, അത്യാവശ്യമുള്ള മെഡിസിൻസ് കാര്യങ്ങള്, അതുപോലെ തന്നെ എന്തെങ്കിലും അവയർനെസ് ക്ലാസ്സുകള്. സോ ഇതെല്ലാം ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. റെൻഡറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? റെൻഡർ വിശദീകരിച്ചു കൊടുത്തതാണ്. പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, ആരോഗ്യത്തെ പ്രതിരോധിക്കാനായിട്ടുള്ള, അതായത് രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ടുള്ള കാര്യങ്ങള് നമ്മള് റെൻഡറിങ് വിശദീകരിക്കുകയാണ്. ഇതുപോലെ തന്നെ അവയർനെസ് ക്ലാസ്സുകളാകാം, അല്ലെങ്കിൽ ചിലപ്പോ ക്യാമ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സംഘടിപ്പിക്കുക. ലാസ്റ്റ് വൺ, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓൾറെഡി പറഞ്ഞ പോയിന്റ് തന്നെയാണ് കേട്ടോ അത്. ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് OPD-യുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് വായിക്കാം. എന്റെ ഒപ്പം ഒന്ന് വായിച്ചു പോവാം കേട്ടോ. ഏർലി ഡയഗ്നോസിസ്, then curative, preventive and rehabilitative care on ambulatory basis. നേരത്തെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യാം. രോഗശമനം, അതുപോലെ തന്നെ ആംബുലേറ്ററി ബേസിസിൽ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ തന്നെ അവർക്ക് പ്രിവെന്റീവ് ആയിട്ടും അതുപോലെ തന്നെ റിഹാബിലിറ്റേറ്റീവ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്, ആംബുലേറ്ററി ബേസിസിലുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു ചികിത്സ പേഷ്യൻസിന് കൊടുക്കുക. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ അഡ്മിഷനിലേക്കുള്ള ഒരു സ്ക്രീനിങ് ആണ് നമ്മൾ OPD-യിൽ ചെയ്യുന്നത്. ഫോളോ അപ്പ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്, പേഷ്യൻസിന് ഫോളോ അപ്പുകൾ കൊടുക്കുക. ദെൻ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയി കഴിയുമ്പോഴും ഫോളോ അപ്സ് കൊടുക്കുക. Then promotion of health by health education, ആരോഗ്യത്തിനെ പ്രൊമോട്ട് ചെയ്യണം എന്തിലൂടെ? ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ. Then rendering of preventive health care, അതായത് ആരോഗ്യത്തിന് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള, പ്രതിരോധ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ പ്രതിരോധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. Then promotion of health through health education, ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുക ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ. ക്ലിയർ ആണോ പോയിന്റ്സുകള്? എല്ലാ പോയിന്റ്സും ഓക്കെ ആണോ വായിച്ചിട്ട്? ഓക്കെ, ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ വായിച്ചു നോക്കുക ഫങ്ഷൻസ് ഓഫ് OPD. ആ ഒരു പ്രാവശ്യം വായിക്കുമ്പോ തന്നെ അതില് ടോട്ടൽ എത്ര പോയിന്റ് ഉണ്ട്? 7 പോയിന്റ് ഉണ്ടെങ്കിൽ അതിൽ മാക്സിമം ഒരു 4 പോയിന്റോ അല്ലെങ്കിൽ ഒരു 5 പോയിന്റോ പഠിച്ചിരിക്കണം കേട്ടോ വായിക്കുമ്പോഴേക്കും. ഓക്കെ, ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട, നമ്മുടെ മനസ്സിലോട്ട് ഒന്ന് പഠിച്ചാൽ മതി നിങ്ങൾ വായിക്കുമ്പോ.
വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? ഫങ്ഷൻസ് ഓഫ് OPD. റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, റെൻഡറിങ് വെച്ചിട്ടുണ്ടെങ്കിൽ വിശദീകരിക്കുകയാണ്. അതായത് വരുന്ന പേഷ്യൻസുകൾക്കും മറ്റും പ്രതിരോധം മീൻസ് നമ്മുടെ ആരോഗ്യത്തെ പ്രതിരോധിക്കാനായിട്ടുള്ള മാർഗങ്ങളെ കുറിച്ച് വിശദീകരണങ്ങൾ കൊടുക്കുക. അതായത് ഇങ്ങനെ അസുഖം വരാതിരിക്കാനായിട്ടുള്ള മാർഗങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. Okay, complete ചെയ്തോ functions of OPD? The next one നോക്കാം, preventive health activities. ഇനിയാണ് നമ്മൾ പറഞ്ഞല്ലോ റെൻഡറിങ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. നമ്മൾ പറഞ്ഞ പ്രതിരോധ കിറ്റുകളൊക്കെ കൊടുക്കുന്ന കാര്യവും ആരോഗ്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ അസുഖങ്ങൾ വരാതെ പ്രതിരോധിക്കേണ്ടത്. സോ ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ OPD പ്രൊവൈഡ് ചെയ്യുന്ന പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ഓക്കെ, ഒരു OPD അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലില് പ്രൊവൈഡ് ചെയ്യുന്ന പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫങ്ഷൻസ് ഓഫ് OPD ആ പോയിന്റ്സ് ആണ് പറഞ്ഞു കഴിഞ്ഞത് കേട്ടോ. ലേറ്റ് ആയോ ക്ലാസ്സില്? ഓക്കെ, ലാസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, അപ്പോ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് അതായത് ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് പേഷ്യൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? അതായത് നമ്മൾ ആരോഗ്യത്തിനെ പ്രതിരോധിക്കാനായിട്ടുള്ള, അസുഖങ്ങൾ വരാതെ പ്രതിരോധിക്കാനൊക്കെ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ, പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നോക്കാം. ഫസ്റ്റ് വൺ, വെൽ ബേബി ക്ലിനിക്സ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലിനിക്സുകൾ. ANC ഫുൾ ഫോം അറിയോ? ANC ആന്റിനേറ്റൽ കെയർ. ആന്റിനേറ്റൽ കെയർ എഴുതി വെച്ചോളൂ കേട്ടോ, ആന്റിനേറ്റൽ കെയർ. ഇനി എന്താണ് ആന്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? കുറച്ച് പേർക്ക് അറിയാൻ പറ്റും അല്ലെ? ആന്റിനേറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി പീരീഡിലുള്ള കെയറിംഗ് ആണ്. സോ പ്രഗ്നൻസി വുമൻസിന് വേണ്ടിയിട്ടുള്ള, ഇൻഡിവിജ്വൽ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കെയറിംഗും കാര്യങ്ങളെയാണ് നമ്മൾ ANC അല്ലെങ്കിൽ ആന്റിനേറ്റൽ കെയർ എന്ന് പറയുന്നത്. ANC എഴുതി വെച്ചോളൂ, ആന്റിനേറ്റൽ കെയർ. ഓക്കെ, മാരേജ് കൗൺസിലിംഗ്, പ്ലാൻഡ് പാരന്റ്ഹുഡ് എക്സെട്ര. അതുപോലെ തന്നെ ചിലപ്പോൾ ഹോസ്പിറ്റലുകൾ മാരേജ് കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ പ്ലാൻഡ് പാരന്റ്ഹുഡ്, എങ്ങനെയാണ് രക്ഷ അല്ലെ, നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്ന പാരന്റ്സിന്റെ ഡ്യൂട്ടീസും കാര്യങ്ങളും അവർക്കുള്ള അവയർനെസ് ക്ലാസ്സുകൾ പോലെ അറേഞ്ച് ചെയ്യുന്നു. ദെൻ സ്കൂൾ ഹെൽത്ത് ക്ലിനിക്സ്, സ്കൂൾ ഹെൽത്ത് ക്ലിനിക്സുകൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഹോസ്പിറ്റലിന്റെ ആ ഒരു ബേസിസിൽ. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കൺട്രോൾ ചെയ്യാന്ന്. ഇനി എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഏതെങ്കിലും എക്സാമ്പിൾ പറയാമോ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്? റീസെന്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതാണ്? പറഞ്ഞോളൂ, കമന്റ് ചെയ്തോളൂ. റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് യെസ്, കോവിഡ് അല്ലെ? അപ്പൊ കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. മനസ്സിലായോ? കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് തന്നെ ഒരു കൂട്ടം ആളുകളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. കോവിഡ്, നിപ്പ, അതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്. ഓക്കെ, സൈഡിലൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. കോവിഡ്, നിപ്പ, പിന്നെ എബോള, HIV എന്നൊക്കെ ഉള്ളത് കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് എക്സാമ്പിൾ ആണ്. ബ്രാക്കറ്റിലൊന്ന് എഴുതി വെച്ചോളൂ. ഏതെങ്കിലും ഒന്നോ രണ്ടോ എഴുതി വെക്കുക കേട്ടോ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, കോവിഡ്, എബോള, നിപ്പ അങ്ങനെയുള്ള പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന തരത്തിലുള്ള
അസുഖങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. Okay, then early diagnosis and detection of chronic diseases. Early diagnosis and detection എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്തുക ആണ്. അതായത് ക്രോണിക് ഡിസീസസിനെ നേരത്തെ തന്നെ ടെസ്റ്റുകളിലൂടെയും മറ്റും കണ്ടെത്തുക. ഇനി ക്രോണിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ ആൻഡ് TB അണ്ടർലൈൻ ചെയ്യാട്ടോ. ക്രോണിക് ഡിസീസസിന്റെ എക്സാമ്പിൾ ക്യാൻസർ, TB, ട്യൂബർക്കുലോസിസ്. ഇനി എന്തുകൊണ്ടാണ് ഈ ക്രോണിക് ഡിസീസസ് എന്ന് പറയുന്നത്? ക്രോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘകാലത്തേക്ക് നമ്മളിൽ വരുന്ന അസുഖങ്ങളാണ്. അതായത് ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇന്ന് എന്താ പറയാ, പണ്ട് കാലത്ത് 1 or 2 പേർക്കാണ് ഈ ഒരു അസുഖം വന്നിരുന്നത്. പക്ഷെ ഇന്ന് നമ്മളുടെ ലൈഫ് സ്റ്റൈല് മാറി, ഫുഡിന്റെ കാര്യങ്ങളൊക്കെ മാറി. സോ ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം കൂടുതലായിട്ട് ഇന്ന് കാണപ്പെടുന്നുണ്ട്. സോ ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്നതും TB എന്ന് പറയുന്ന ഒരു അസുഖവും പെട്ടെന്ന് മാറുന്ന ഒന്നാണോ? ഇപ്പൊ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച മെഡിസിൻ കൊണ്ട് പൂർണ്ണമായിട്ടും ഭേദമാകാൻ പറ്റും? മാറാറുണ്ടോ? ഇല്ല. ദീർഘനാളത്തേക്ക് ചിലപ്പോൾ വർഷങ്ങളോളം നമ്മൾ ട്രീറ്റ്മെന്റ്സ് എടുക്കേണ്ടതായിട്ട് വരും. ഇനി വർഷങ്ങളോളം ട്രീറ്റ്മെന്റ്സ് എടുത്താലും അത് പൂർണ്ണമായിട്ടും മാറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള അസുഖങ്ങളെയാണ് നമ്മൾ ക്രോണിക് ഡിസീസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? 2 ഡിസീസസിൽ പഠിച്ചിട്ടോ, കമ്മ്യൂണിക്കബിളും ക്രോണിക്കും. കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ആലോചിക്കുക, ടോട്ടലായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് കമ്മ്യൂണിറ്റി ഡിസീസസ് എന്ന് പറയുന്നത്. ക്രോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലം, ദീർഘകാലത്തേക്ക് വിട്ടുമാറാത്ത തരത്തിലുള്ള അസുഖങ്ങളാണ്. ഇപ്പോൾ TB ഉള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ അവർക്ക് വർഷങ്ങളോളം ഈ ഒരു TB പേഷ്യന്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ദീർഘനാളെ മെഡിസിൻ കഴിക്കുന്നുണ്ടാവും, പക്ഷെ അത് പൂർണ്ണമായിട്ടും അത് വിട്ടുപോകാത്ത രോഗങ്ങളാണ്. ഓക്കെ, അതാണ് ക്രോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മാറിപ്പോകരുത്. എക്സാമിന് ചോദിക്കാറുണ്ട്. ചിലപ്പോ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ എക്സാമ്പിൾ കണ്ടെത്താനായിരിക്കും, അല്ലെങ്കിൽ ക്രോണിക് ഡിസീസസ് ഏതാണെന്ന് കുറച്ച് ഡിസീസസ് തരുകയും അതിൽ നിന്നും ഏതാണ് ക്രോണിക് ഡിസീസസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ആ 2 സെക്ഷനും ഒന്ന് മനസ്സിലാക്കി പഠിക്കണം. ഇനി ചിലർക്ക് തങ്ങളിൽ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് എളുപ്പം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി ആലോചിക്കുക, സൊസൈറ്റിയിൽ പരക്കുന്നത്, അങ്ങനെ ആലോചിക്കുക. നിങ്ങൾ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത്, അതാണ് കമ്മ്യൂണിക്കബിൾ. അപ്പൊ ആലോചിക്കുക, കോവിഡ്, നിപ്പ. ദെൻ ക്രോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളത്തേക്ക് ഇങ്ങനെ നമ്മള് വർഷങ്ങളോളം മെഡിസിൻ ഒക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. ഇതിനെങ്കിലും അത് പൂർണ്ണമായിട്ടും ഭേദമാകും എന്ന് നമുക്ക് യാതൊരു ഉറപ്പും പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി മാറിപ്പോകില്ലല്ലോ കമ്മ്യൂണിക്കബിളും ക്രോണിക്കും. ദെൻ നെക്സ്റ്റ് വൺ, health education and nutritional advisor. ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ആരോഗ്യ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുക, ന്യൂട്രീഷണൽ അഡ്വൈസ് കൊടുക്കാന്ന്. ഇനി ന്യൂട്രീഷണൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോഷക ആഹാരങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളും മറ്റുമൊക്കെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ സംഘടിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നിങ്ങൾ അഡ്മിറ്റ് ആയാലൊക്കെ കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മെറ്റേണിറ്റി വാർഡിലും മറ്റും, അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു വാർഡിലൊക്കെ ആണെങ്കിൽ, കുഞ്ഞുങ്ങളുടെ വാർഡിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചിലപ്പോ ന്യൂട്രീഷണൽ അഡ്വൈസ് ചെറിയൊരു ക്ലാസ്സുകൾ പോലെയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. അവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫുകൾ തന്നെ ചെറിയൊരു ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്യും. അവരിങ്ങനെ ജസ്റ്റ് പിക്ചേഴ്സ് ഒക്കെ കാണിക്കും, ചാർട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ചെറിയൊരു നമുക്കൊരു എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്, നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങളും ഫീഡ് ചെയ്യേണ്ട കാര്യങ്ങളും എന്നിങ്ങനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സുകളൊക്കെ ഹോസ്പിറ്റലൊക്കെ തന്നെ അറേഞ്ച് ചെയ്യാറുണ്ട്. Rehabilitation and prevention of disabilities and handicap. അതുപോലെ തന്നെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ദെൻ പ്രിവെന്റേഷൻ ഓഫ് ഡിസബിലിറ്റീസ്, വൈകല്യങ്ങളെയും അതുപോലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വൈകല്യങ്ങളൊക്കെ തടയാനായിട്ട്, അങ്ങനെയുള്ളതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അല്ലെ. ഇങ്ങനെ നമ്മൾ ജനിതക വൈകല്യങ്ങളൊക്കെ മറ്റും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നതാണ്. ഇത്രയുമാണ് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ അതില് ANC ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ക്രോണിക് ഡിസീസസ് നോക്കണം. ദെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, 3 കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ബാക്കി ഏതൊക്കെയാണ് പ്രിവെന്റീവ് ആയിട്ട് കൊടുക്കുന്ന ആരോഗ്യ പ്രവർത്തനങ്ങൾ അതും നോക്കണം. അതിന്റെ ഉള്ളിലുള്ള ANCയും ദെൻ ക്രോണിക്കും കമ്മ്യൂണിക്കബിളും കുറച്ച് ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കാം. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം. പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ. കമ്മ്യൂണിക്കബിളും അതുപോലെ തന്നെ എന്താ
ക്രോണിക് ഡിസീസസിന്റെ എക്സാമ്പിൾസും. ഓക്കെ, NCERT natal care. വായിച്ചു നോക്കാം കേട്ടോ. വായിക്കുമ്പോ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത് 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. Antenatal care. Antenatal care. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്തായിരുന്നു? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, ദെൻ ന്യൂട്രീഷണൽ അഡ്വൈസ്, പോഷകാഹാരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അഡ്വൈസുകളും ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ കൊടുക്കുക. റീഹാബിലിറ്റേഷൻ അറിയാലോ, നമ്മൾ പഠിച്ചതാണ്. ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ദെൻ ഡിസബിലിറ്റിയും ഹാൻഡിക്യാപ്പ് ഒക്കെ പ്രിവെന്റേഷൻ, അതിനൊക്കെ തടയാതിരിക്കാൻ, ഇനി അങ്ങനെ ഫ്യൂച്ചറിൽ അങ്ങനെ ഡിസബിലിറ്റി ഒക്കെ വരാതിരിക്കാനായിട്ടുള്ള ഇതുപോലെയുള്ള പ്രതിരോധ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക. വായിച്ചോ? പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് OPD. OPDയുടെ പ്രധാനമായിട്ടും OPDക്ക് 2 ടൈപ്പുകളാണെന്നാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് OPD നോക്കാം. 2 types of OPD സർവീസസ്. OPD സർവീസസ് 2 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, സെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് സർവീസസ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് സർവീസസ്. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഫസ്റ്റ് വൺ, സെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് സർവീസസ്. സെൻട്രലൈസ്ഡ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സെൻട്രലൈസ്ഡ് എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലായിട്ട് റിലേറ്റഡ് അല്ല, അല്ലാതെ നിങ്ങള് കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ലേ സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട്? ഒന്നും കേട്ടിട്ടില്ല. ഹോസ്പിറ്റലിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. AC അല്ലേ? എല്ലാരും കേട്ടിട്ടുണ്ടല്ലോ. സെൻട്രലൈസ്ഡ് AC കേട്ടിട്ടുണ്ട്. എന്താണ് ഈ സെൻട്രലൈസ്ഡ് AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താണ് ഈ സെൻട്രലൈസ്ഡ് AC എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പറഞ്ഞോളൂ. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങളുടെ ചെറിയൊരു അറിവിലുള്ള കാര്യങ്ങൾ പറയാം. കേന്ദ്രീകരണം. അയ്യോ, ഭയങ്കര എന്താ പറയാ, അങ്ങനെ ഒന്നും പറയണ്ട, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞോളൂ. എന്താണ് സെൻട്രലൈസ്ഡ് AC കൊണ്ട് അർത്ഥമാക്കുന്നത്? ഭയങ്കര പ്രോപ്പർ മലയാളം ഒന്നും എനിക്ക് വേണ്ട കേട്ടോ. കോമൺ ആയിട്ട് ഒരെണ്ണം, എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് അല്ലെ? അതായത് സെപ്പറേറ്റ് ഓരോ റൂമിലും AC എന്നാണോ സെൻട്രലൈസ്ഡ് അർത്ഥം? അല്ല, ഒരൊറ്റ AC. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു വീട് മൊത്തം ടോട്ടൽ ആയിട്ട് നമ്മള് ഒരൊറ്റ പോയിന്റ് ആണ് അല്ലെ? ഒരൊറ്റ AC നിന്നാണ് നമുക്ക് ടോട്ടൽ ആയിട്ട് അവിടെ കിട്ടുന്നത്, ആണോ സെൻട്രലൈസ്ഡ്? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് നോക്കാം കേട്ടോ. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. All services are provided in a concise area, which include all diagnostic and therapeutic facilities are being provided in same place. വായിച്ചിട്ട് എന്ത് തോന്നി? സെൻട്രലൈസ്ഡ് AC പോലെ തന്നെയല്ലേ? ആണോ? ഓക്കെ, all services are provided in a concise area. Concise എന്ന് പറഞ്ഞാൽ എന്താണ്? സംക്ഷിപ്തമായിരിക്കുന്നത്, അതായത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരൊറ്റ ഏരിയയിലാണെന്ന്. വിച്ച് ഇൻക്ലൂഡ് ഡയഗ്നോസ്റ്റിക്, അതായത് നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്, തെറാപ്റ്റിക് ഫെസിലിറ്റി, ചികിത്സാപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ആർ ബീങ് പ്രൊവൈഡഡ് ഇൻ സെയിം പ്ലേസ്. ഒരൊറ്റ പ്ലേസിലാണ് ചികിത്സയാണെങ്കിലും ടെസ്റ്റുകളാണെങ്കിലും ഇതെല്ലാം ഒരൊറ്റ പ്ലേസിൽ, എല്ലാ കാര്യങ്ങളും ഒറ്റ പ്ലേസിലാണ് ചെയ്യുന്നത്. അത് ഞാൻ എന്ത് വിളിക്കാം? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. സെൻട്രലൈസ്ഡ് ACയുടെ കാര്യം ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത് പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെൻട്രലൈസ്ഡ് AC ആലോചിക്കാം, ഒരൊറ്റ AC ആണ് ടോട്ടൽ ആയിട്ട് നമുക്ക് അല്ലെ? അപ്പൊ ഇവിടെയും പറയുന്നത് തെറാപ്റ്റിക് ആണെങ്കിലും ഡയഗ്നോസ്റ്റിക് ആണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും ഒരേ സെയിം പ്ലേസിൽ നിന്നാണ്. ക്ലിയർ ആയോ? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്താണെന്ന് ACയുടെ കാര്യം ആലോചിക്കാം കേട്ടോ. ദെൻ ഇനി രണ്ടാമത് നോക്കി, ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. നേരെ ഓപ്പോസിറ്റ്, ഓരോ റൂമിലും സെപ്പറേറ്റ് AC വെക്കുന്നത് ആലോചിക്കാം. Services are provided in respective department.
ഓരോ സർവീസസും ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലാണെന്ന്. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എല്ലാം സെയിം പ്ലേസിൽ നിന്നാണ്. പക്ഷെ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നതോ സർവീസസ് എല്ലാം റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് പലതരത്തിലുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഒരെണ്ണം പഠിച്ചാൽ മതി, ബാക്കി ഇതിന്റെ ഓപ്പോസിറ്റാ. പഠിച്ചോ? ഇനി അത് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് ഏസി ആലോചിക്കുക. ഓൾ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസൈസ്ഡ് ഏരിയ. ഡയഗ്നോസ്റ്റിക്കും തെറാപ്റ്റിക്കും ഇതെല്ലാം സെയിം പ്ലേസ് ആണ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് നേരെ ഓപ്പോസിറ്റ്, സെപ്പറേറ്റഡ് ആണ്. സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. പലതരത്തിലുള്ള സർവീസസുകൾ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളിലാണ്. ഓക്കെ, പഠിച്ചു നമ്മള് രണ്ട് ടൈപ്പ് ഒ പി ഡി. പഠിച്ചോ? നിങ്ങൾ പഠിച്ചോ? ഒ പി ഡി രണ്ട് ടൈപ്പാണ്, സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാം സെയിം പ്ലേസ് ആണ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് കൂടി ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് വായിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്. പേഷ്യന്റിനെ നമ്മൾ 3 ടൈപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന്. ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യന്റിനെ 3 ടൈപ്പായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് പേരുകളൊന്നും നോക്കാം. ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി ഔട്ട് പേഷ്യന്റ്, ദെൻ റെഫറൽ ഔട്ട് പേഷ്യന്റ്. ഫസ്റ്റ് വൺ ജനറൽ ഔട്ട് പേഷ്യന്റ്. ജനറൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോമൺ ആയിട്ട് വരുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന എല്ലാ പേഷ്യൻസുമാണ് അല്ലെ. All patients other than emergencies who report directly to OPD. അതായത് എമർജൻസി പേഷ്യന്റ് ഒഴികെ വരുന്ന ഒരു ഒ പി ഡിയിലേക്ക് കടന്നു വരുന്ന എല്ലാ പേഷ്യൻസിനെയുമാണ് നമ്മൾ ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ജനറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി ഒഴികെയുള്ള എല്ലാ പേഷ്യന്റുമാണ് ജനറൽ ഔട്ട് പേഷ്യന്റ്. ഇനി എമർജൻസി ഔട്ട് പേഷ്യന്റ്. അപ്പൊ എമർജൻസി എന്തായിരിക്കും? എ പേഴ്സൺ ഗിവൺ എമർജൻസി മെഡിക്കൽ കെയർ ഫോർ എ കണ്ടീഷൻ. അല്ലെ, ഒരു പേഴ്സൺ, ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട്. എമർജൻസി എന്ന് പറഞ്ഞാല് ആ പേഷ്യന്റിന് എമർജൻസി ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആവശ്യമാണ് അല്ലെ. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ഇനി എന്താണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പേഷ്യന്റ് റെഫേർഡ് ടു OPD ബൈ ഹിസ് പ്രാക്ടീഷണർ ഫോർ എ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ OPD-യിൽ വന്നു, ഒരു പേഷ്യന്റ് വന്നു, ഡോക്ടറെ കണ്ടു, പ്രാക്ടീഷണർ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്, നമ്മൾ ഒരു ഡോക്ടറെ കണ്ടു, ദെൻ ചിലപ്പോ എന്തെങ്കിലും മേ ബി ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ പേഷ്യന്റിന് രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പേഷ്യന്റിനോട് ചിലപ്പോ ഒന്ന് ഷുഗർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഏകദേശം ഒരു സിംറ്റംസ് ഒക്കെ നോക്കിയപ്പോ ആളുടെ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞേ. സോ ഷുഗർ ലെവൽ നോക്കിയപ്പോ ഭയങ്കര ഹൈ ലെവലാണ്. സോ അപ്പൊ എന്ത് ചെയ്തു, ഈ ഡോക്ടർ പറഞ്ഞു ചിലപ്പോ ഈ ഒരു പേഴ്സൺ കണ്ടത് ഒരു ഫിസിഷ്യനെ ആയിരിക്കാം കണ്ടിരിക്കുന്നത്. സോ ചിലപ്പോ ഇത്രയും ഷുഗർ ലെവൽ ഭയങ്കര കൂടുതലാണ്, ഭയങ്കര നമ്മുടെ നോർമലി നിന്നൊക്കെ വളരെയധികം കൂടുതലാണ്. സോ അപ്പൊ അറ്റ് ദാറ്റ് ടൈമിൽ ആ ഡോക്ടർ എന്ത് ചെയ്യും, ഇതൊരു ഡയബറ്റിക് സ്പെഷ്യലിനെ കൂടി കാണുന്നത് നല്ലതായിരിക്കും എന്ന് പറയും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ആ ഹോസ്പിറ്റലിൽ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടറിന് ആ പേഷ്യന്റിനെ ഒന്ന് റെഫർ ചെയ്യും അല്ലെ. നമ്മൾ ഓൾറെഡി ആ ഒരു ഫിസിഷ്യനെ കണ്ടു, ചിലപ്പോൾ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തില് ഡോക്ടർ പറയും ഇത്രയും കൂടുതലാണ്, സോ നിങ്ങൾ ഒന്നൊരു ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റിനെ കൂടി ഞാൻ റെഫർ ചെയ്യാം, സോ ഒന്ന് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റിനെ കൂടി ഒന്ന് കണ്ടേക്കാൻ പറയും അല്ലേ. അപ്പൊ ആ ഒരു ഡോക്ടർ, നമ്മുടെ ആ ഒരു പ്രാക്ടീഷണർ മറ്റൊരു സ്പെസിഫിക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ മറ്റൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്ടറെ റെഫർ ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുക, റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രോഗത്തിന്റെയോ അടിസ്ഥാനത്തിൽ നമ്മൾ സ്പെഷ്യൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മറ്റൊരു ഡോക്ടറെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെഫർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ടൈപ്പാണ്: ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി, ദെൻ റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി പേഷ്യൻസ് ഒഴികെ ഹോസ്പിറ്റൽ OPD-യിലേക്ക് കടന്നു വരുന്ന എല്ലാ പേഷ്യൻസുമാണ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസുകൾ. റെഫേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OPD-യിൽ നമ്മൾ പ്രാക്ടീഷണറെ കണ്ടു, പ്രാക്ടീഷണർ എന്ത് ചെയ്തു, സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി മറ്റൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്യുന്നത്, റെഫർ ചെയ്ത് കൊടുക്കുന്നത്.
ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം. ടൈപ്പ് ഓഫ് OPD വായിക്കണം, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പേഷ്യന്റ്. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചിരിക്കും നിങ്ങൾ. ഓക്കെ, ഫങ്ഷൻസ്. ഓക്കെ, ഫങ്ഷൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഇതിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഫ്ലോ അങ്ങോട്ട് പോകുമല്ലോ. ലാസ്റ്റ് ഞാനൊന്ന് പറയാം കേട്ടോ, റിവൈസ് ചെയ്യാം. സെൻട്രലൈസ്ഡ് മനസ്സിലായില്ല, സെൻട്രലൈസ്ഡ് AC മനസ്സിലായില്ല, നെറ്റ് പോയി. ഓക്കെ, സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൻട്രലൈസ്ഡ് ACയുടെ കാര്യം ആലോചിക്കാം. ഞാൻ ഈ AC പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ചിലപ്പോ നിങ്ങൾക്കത് മാറിപ്പോകുക. ചില ആളുകൾക്ക് ഈ മാറിപ്പോകുന്ന ഒരു അതുണ്ട്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ ചിലർ ബൈ ഹാർട്ട് പഠിക്കണവരുണ്ടാവും. അപ്പൊ ബൈ ഹാർട്ട് പഠിക്കുന്നവർക്ക് ഒരു പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വാക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മൊത്തം പോകും. അതാണ് ഒരു കുഴപ്പം ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് മാക്സിമം പഠിക്കാൻ പറ്റും. സോ സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഡയഗ്നോസ്റ്റിക് ആണെങ്കിലും തെറാപ്റ്റിക് ചികിത്സാപരമായിട്ടുള്ളതും ടെസ്റ്റുകളും ഇതെല്ലാം ഒരൊറ്റ പ്ലേസിൽ നിന്നാണെന്ന്. ഒറ്റ പ്ലേസ് ഉള്ളൂ, സെൻട്രൽ ആയിട്ട് ഒരൊറ്റ പ്ലേസ് ഉള്ളൂ. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സർവീസസുകളും റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് നേരെ നോക്കാം. ഓക്കെ, സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒറ്റ പ്ലേസ് ആണ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ക്ലിയർ ആയോ? നെറ്റ് പോയ ചോദിച്ച ആൾക്ക്? ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാത്തവര് പെട്ടെന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അതൊക്കെ വായിക്കുമ്പോ തന്നെ നിങ്ങൾ പഠിച്ചും കൂടി പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ആണോ? ബുദ്ധിമുട്ടുണ്ടോ ഇത്? നമ്മൾ ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ചു പോകാൻ പറ്റുന്നില്ലേ? ഇതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഒക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? മോക്ക് ടെസ്റ്റുകൾ വരുമ്പോഴേ നിങ്ങൾ ടെക്സ്റ്റ് നോക്കാതെ തന്നെ സ്വയം ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചിട്ടാണോ അറ്റൻഡ് ചെയ്യണത് എല്ലാവരും? അല്ല, മാക്സിമം നിങ്ങൾ തനിയെ ചെയ്യാൻ നോക്കണം കേട്ടോ. ഇനി തീരെ കിട്ടാത്തത് മാത്രമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, മാക്സിമം നമ്മൾ ആ ക്ലാസ് കേട്ടൊരു ഓർമ്മ വെച്ചിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. എക്സാമിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഓരോ ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എക്സാം ടൈമിൽ ആലോചിക്കും. ശ്രദ്ധിച്ചിരുന്നവരാണെങ്കിൽ. ഇനി ക്ലാസ് വെച്ചിട്ട് ഉറങ്ങണവരാണെങ്കിൽ അത് ടീച്ചർ പറഞ്ഞ കാര്യം ഓർക്കൊന്നിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എക്സാമിനൊക്കെ നമുക്ക് ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്തൊരു എന്താ പറയുക ഒരു ടോപ്പിക്കാണ്, ഏരിയ അല്ലെങ്കിൽ പോലും ചിലപ്പോൾ ആ ഒരു ക്ലാസ് കേട്ടൊരു അനുഭവം വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എക്സാമിന് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം കേട്ടോ, എത്ര പേർക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് അറിയണമല്ലോ, ഞാൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് OPDയും പഠിച്ചു, അതുപോലെ തന്നെ എന്താണ് ടൈപ്സ് ഓഫ് പേഷ്യന്റും പഠിച്ചില്ല എല്ലാവരും? ഞാൻ വായിച്ചോന്നല്ല പഠിച്ചോന്നാ ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയാം. നെക്സ്റ്റ് വൺ, മാനേജീരിയൽ കൺസിഡറേഷൻ. അതായത് നമ്മളൊരു OPDയിൽ വരുന്ന നമ്മൾ OPDയിൽ പരിഗണിക്കുന്ന കുറച്ച് പരിഗണനകൾ, കൺസിഡറേഷൻസുകൾ എന്തൊക്കെയാണെന്ന് കുറച്ച് പോയിന്റ്സുകളാണ്. ആ പോയിന്റ്സുകളൊന്ന് ജസ്റ്റ് അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. മാനേജീരിയൽ കൺസിഡറേഷൻസ്, അതായത് ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നൽകുന്ന പരിഗണനകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, പബ്ലിക് റിലേഷൻ. അല്ലെ, പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടായിരിക്കണം. ഒരു ഹോസ്പിറ്റലിന് ഏറ്റവും വേണ്ട ഒന്നാണ് പബ്ലിക് റിലേഷൻ. ആണോ? പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കണ്ടേ? അല്ലെങ്കിൽ ഹോസ്പിറ്റല് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിളിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിങ്ങൾ ഒരു PRO എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? PRO, പബ്ലിക് റിലേഷൻ ഓഫീസർ. അല്ലേ?
സോ അദ്ദേഹത്തിന്റെ റോള് ഒരു വലിയൊരു റോള് തന്നെയാണ്. കാരണം പബ്ലിക്കിനെ കൂടുതലായിട്ട് അറിയണം അല്ലെ, പബ്ലിക്കിനോടൊരു റിലേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹോസ്പിറ്റല് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് ചാപ്റ്റർ പഠിക്കാൻ തന്നെയുണ്ട് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. ആരെങ്കിലും കണ്ടായിരുന്നു ടെക്സ്റ്റ് ചെയ്യാം. ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് മറച്ചു നോക്കിയോ നിങ്ങള്? ഏതെങ്കിലും ചാപ്റ്റേഴ്സിലൊക്കെ ഉണ്ട്? ഓക്കെ, കുറച്ച് നോക്കിയവർ കണ്ടിട്ടുണ്ടാവേ. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ അപ്പൊ ഫസ്റ്റ് കൺസിഡറേഷൻ ചെയ്യേണ്ടത് പബ്ലിക് റിലേഷനെയാണ്. ദെൻ വാർത്ത്. എന്താ വാർത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർത്ത് വെച്ചാൽ ഒരു ഊഷ്മളത. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന ഒരു പേഷ്യന്റിന് നമ്മൾ ഒരു ഊഷ്മളമായിട്ടുള്ള രീതിയിൽ, അല്ലാതെ വളരെ റൂഡായിട്ടും റഫായിട്ടും അങ്ങനെയുള്ള പെരുമാറുന്നത്, നല്ല രീതിയിൽ പെരുമാറുക. റെസ്പെക്ട് അല്ലെ, വരുന്ന പേഷ്യൻസിനാണെങ്കിലും റെസ്പെക്ട്സ് കൊടുക്കുക. മിനിമം വെയിറ്റിംഗ് അല്ലെ, നമ്മൾ എല്ലാവരും ഒരു പേഷ്യന്റ് എന്ന നിലയ്ക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് മിനിമം വെയിറ്റിംഗ്. ആണോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഇപ്പൊ ഒരു ടെസ്റ്റ് ചെയ്യാനോ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടാനോ ട്രീറ്റ്മെന്റിന് വേണ്ടിയോ ഡോക്ടറെ കാണാനോ ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. സോ മാക്സിമം അത് വെയിറ്റിംഗ് കുറച്ച് അത് മിനിമം വെയിറ്റിംഗ് ആക്കുന്നതാണ്. ഇപ്പൊ പേഷ്യൻസിനും അതാണ് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകുന്നത്. ക്ലീൻലിനെസ് അല്ലെ, അതായത് ഹോസ്പിറ്റലിന്റെ എല്ലാ ഭാഗവും നല്ല ക്ലീൻ ആയിരിക്കണം എന്ന്. നമ്മളൊരു ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം തന്നെ നമ്മുടെ അസുഖത്തെ കുറച്ച് ഭേദമാക്കും എന്ന് പറയും അല്ലെ. നമ്മള് ചുറ്റുപാട് ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ അസുഖം കൂടെയുള്ളൂ. ആണോ? അല്ലെ, നല്ലൊരു ചുറ്റുപാടും അന്തരീക്ഷമാണെങ്കിൽ നമ്മുടെ അസുഖം പകുതി ഭേദമായെന്ന് തന്നെ പറയാം. ഗുഡ് ആംബിയൻസ്, നല്ലൊരു അന്തരീക്ഷമായിരിക്കണം, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കാം. ക്യാൻറ്റീൻ ഫെസിലിറ്റികളും മറ്റും ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. പേഷ്യന്റ് ഹിയറിംഗ്. എന്താ പേഷ്യന്റ് ഹിയറിംഗ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിനെ കേൾക്കാന്ന് അല്ലെ, അല്ലാതെ ഡോക്ടർ തന്നെ പേഷ്യൻസിനൊന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നഴ്സസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും മറ്റ് സ്റ്റാഫുകളാണെങ്കിലും പേഷ്യൻസിന്റെ ആവശ്യം കൂടി മനസ്സിലാക്കാന്ന്. അതായത് പേഷ്യൻസിന് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അവരുടെ രോഗങ്ങളെ കുറിച്ചിട്ടുള്ള കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. അപ്പൊ പേഷ്യൻസിന്റെ ആവശ്യങ്ങളും അവരുടെ കൺസേൺസും കൂടി കേൾക്കാനായിട്ട് തയ്യാറാകണം. വെന്റിലേഷൻ, അത്യാവശ്യം എല്ലാ റൂംസുകളിലൊക്കെ വെന്റിലേഷൻ സൗകര്യങ്ങളൊക്കെ വേണം. വാട്ടർ സപ്ലൈ, കുടിവെള്ളവും മറ്റു വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. OPD ടൈമിങ്സ്, കൃത്യമായിട്ടുള്ളൊരു OPD ടൈമിങ്സ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതൊക്കെ നമ്മളൊരു എന്താ പറയാ ഒരു പ്ലാനുകളുടെ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് മാനേജീരിയൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം വായിച്ചു നോക്കാം. പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാകും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? നെക്സ്റ്റ് വൺ OPD പ്രോസസ്സിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ്. നമ്മൾ ഓൾറെഡി ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പഠിച്ച ഫ്ലോ ചാർട്ട് തന്നെയാണ്. അതിൽ കുറച്ചും കൂടി ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നുള്ളൂ. ഫ്ലോ ചാർട്ട് നോക്കാം കേട്ടോ. ഇത് ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട. ജസ്റ്റ് നിങ്ങൾ ആ ഒരു നമ്മൾ OPDയിലേക്ക് കടന്നു ചെല്ലുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും ഹോസ്പിറ്റലിൽ പോകുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ ഒരു ഫ്ലോ ചാർട്ട് രൂപേണ ആക്കിയിരിക്കുകയാണേ. നോക്കാം. ഫസ്റ്റ് വൺ, അറൈവിംഗ് അറ്റ് OPD അറൈവ് ചെയ്തു. ദെൻ റിസപ്ഷൻ, നമ്മൾ റിസപ്ഷനിലേക്ക് പോയി. അവിടെ നിങ്ങൾ പോയി രജിസ്ട്രേഷനിൽ വന്നു, രജിസ്റ്റർ ഒക്കെ ചെയ്തു. ഇഷ്യൂ ഓഫ് ടോക്കൺ നമ്പർ, രജിസ്ട്രേഷനിൽ പോയി നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ നമുക്ക് ടോക്കൺ നമ്പർ കിട്ടി. ദെൻ വെയിറ്റ് റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടറെ കാണാനായിട്ട്. ദെൻ നമ്മളുടെ ടോക്കൺ നമ്പർ വിളിച്ചു. ദെൻ കൺസൾട്ടേഷനും നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടറെ കാണുന്നു. ദെൻ ഡോക്ടറെ കണ്ടതിന് ശേഷം ചിലപ്പോ മേ ബി എന്തെങ്കിലും ടെസ്റ്റുകൾ എഴുതിയേക്കാം. ഇൻവെസ്റ്റിഗേഷൻ കണ്ടോ, 6 മാർക്ക് കണ്ടോ ഇട്ടിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ നമ്മള് ടെസ്റ്റുകളൊക്കെ ചെയ്തു. വീണ്ടും തിരിച്ച് 6 മാർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? എന്തുകൊണ്ടാണ് അത്? അതായത് നമ്മൾ ഫസ്റ്റ്ലി ഡോക്ടറെ കാണുന്നു, ദെൻ നമ്മൾ ടെസ്റ്റുകൾ ചെയ്തു. ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം റിസൾട്ട് ആയിട്ട് വീണ്ടും നമ്മൾ ഡോക്ടറെ കാണാറുണ്ട്. കാണാറില്ലേ?
ടെസ്റ്റിന്റെ റിസൾട്ട് നമ്മൾ കാണിക്കും അല്ലെ? അതാണ് ആരോ മാർക്ക് അങ്ങോട്ട് ഒരു 2 ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത്. കണ്ടോ? ഡോക്ടറെ കണ്ടു, നമ്മൾ ടെസ്റ്റുകൾ ചെയ്തു, ടെസ്റ്റുകളുടെ റിസൾട്ട് ആയിട്ട് നമ്മൾ വീണ്ടും ഡോക്ടറെ വന്ന് കണ്ടു. ഓക്കെ, ഇനി ഡോക്ടറെ വന്ന് കണ്ടതിന് ശേഷം ഡോക്ടർ എന്ത് ചെയ്തു? നമുക്ക് മെഡിക്കൽ ചിട്ട് നൽകി. എന്തൊക്കെയാണ് മെഡിസിൻസ്, പ്രിസ്ക്രിപ്ഷൻസ് കൊടുത്തു. അത് കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷന്റെ അവിടെ നിന്ന് റഫറൽ സ്പെഷ്യൽ കണ്ടോ? കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ഡയബറ്റിക് ആണ്, ആർക്കും ഷുഗർ ലെവൽ ചെക്ക് ചെയ്തപ്പോൾ നോർമൽ ലെവലും വളരെ ഹൈ ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയബറ്റിക്കിനെ നമ്മൾ സ്പെഷ്യൽ റെഫർ ചെയ്യുന്നു. അതാണ് റഫറൽ സ്പെഷ്യൽ. ആവശ്യമെങ്കിൽ കണ്ടോ, അല്ല എങ്കിൽ നമ്മൾ റിപ്പോർട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോക്ടറെ തന്നെ കാണിക്കുന്നു. ദെൻ ഡോക്ടർ വേണമെങ്കിൽ നമുക്കൊരു റഫറൽ സ്പെഷ്യലിനെ റെഫർ ചെയ്യുന്നു പേഷ്യൻസിനെ. ദെൻ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തു. ദെൻ നമ്മൾ അതുമായിട്ട് എവിടെ ചെന്നു? ഫാർമസിയിലേക്ക് ചെന്നു. ഫാർമസിയിൽ പോയിട്ട് അവിടെയും നമ്മൾ ടോക്കൺ നമ്പർ എടുത്തു, വെയിറ്റ് ചെയ്തിരുന്നു. ദെൻ മെഡിസിൻസ് കളക്ട് ചെയ്തു, ഡിപ്പാർച്ചർ ചെയ്തു. ക്ലിയർ ആണോ? ഫ്ലോ ചാർട്ട് അതെ, OPD-യിൽ വരുന്നു, റിസപ്ഷൻ എടുത്തു, രജിസ്ട്രേഷൻ, ടോക്കൺ നമ്പർ എടുത്തു, വെയിറ്റ് ചെയ്തു, ഡോക്ടറെ കാണുന്നു, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു, റിസൾട്ട് കാണിക്കുന്നു. വേണമെങ്കിൽ നമ്മൾ റഫറൽ സ്പെഷ്യലിനെ അത് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ റഫറൽ സ്പെഷ്യലിനെ കാണിക്കുന്നു. ദെൻ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് കൊടുത്തു, ഫാർമസിയിലേക്ക് ചെന്നു, വീണ്ടും ടോക്കൺ നമ്പർ എടുത്തു, വെയിറ്റ് ചെയ്തു, മെഡിസിൻ കളക്ട് ചെയ്തു, ഡിപ്പാർച്ചർ ചെയ്തു. എളുപ്പമല്ലേ? പഠിക്കേണ്ട ആവശ്യമുള്ളത്? നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം തന്നെ ഒന്ന് ആലോചിച്ചാൽ മതിയല്ലോ. അതില്ലേ? ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒരു പ്രാവശ്യം വായിക്കാം. ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ അത് പഠിച്ചോളൂ. ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമുക്ക് ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് എക്സാമിൽ ഉണ്ടാവുകയുള്ളൂ. സോ അതിലെ ഫ്ലോ ചാർട്ട് ചിലപ്പോ മേ ബി ഇത് വളരെ സിമ്പിൾ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇമ്പോർട്ടന്റ് ആണോ അണ്ടർലൈൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചിലപ്പോ ഒരു ഓർഡർ തിരിച്ചിട്ടൊക്കെ തരാൻ ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയായിരിക്കും തരുന്നത്. മെഡിക്കൽ ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരില്ലേ ഡോക്ടർ? നമുക്ക് കുറച്ചുകൂടി കാലഘട്ടങ്ങൾക്ക് മുൻപാണെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് ഒരു ചീട്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഈ ചീട്ടായിട്ട് എന്ത് ചെയ്യും? OP-യിലുള്ള നേഴ്സ് ഫാർമസിയിൽ ആ ചീട്ടാണ് കൊണ്ട് കൊടുത്തിരുന്നത്. ഒരു ഫയലായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഒരു ബ്രൗൺ കളറിൽ നൂലൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഫയല്. ഇന്ന് മിക്ക ഹോസ്പിറ്റലിലും ഫയലിംഗ് സിസ്റ്റം ഉണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്, പൂർണ്ണമായിട്ടും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ചില ഹോസ്പിറ്റലുകളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ചെറിയ ഹോസ്പിറ്റലിലൊക്കെ ഇന്നും ഫയൽ തന്നെ ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടാകും. എങ്കിലും കൂടുതലായിട്ടും ഇന്ന് കമ്പ്യൂട്ടർ സിസ്റ്റമാണ് അല്ലെ. എല്ലാം ഡോക്ടറിന്റെ റൂമിലെ സിസ്റ്റത്തിൽ നിന്ന് മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ എഴുതി നേരെ ഡയറക്റ്റ് ആയിട്ട് ഫാർമസിയിലോട്ടാണ് അത് അയക്കുന്നത് അല്ലെ. നമ്മൾ ചെല്ലുമ്പോൾ അവർ മെഡിസിൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ആ പേര് പറഞ്ഞാൽ മാത്രം മതി, നമുക്ക് ഡോക്ടർ നമ്പർ തന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് സിസ്റ്റം ഒക്കെ മാറിയിട്ടുണ്ട് അല്ലെ, ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഫ്ലോ ചാർട്ട് നോക്കിയോ? നെക്സ്റ്റ് വൺ നോക്കാം, മാനേജ്മെന്റ് സ്ട്രക്ചർ. ഇനി ഒരു OPD-യിലെ ഒരു മാനേജ്മെന്റ് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. 3 പോയിന്റ് ഉള്ളൂ. ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. അതായത് പേഷ്യൻസിന്റെ ഫ്ലോ, അതായത് പേഷ്യൻസിന്റെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഓരോ ദിവസവും ഒരുപാട് പേഷ്യൻസുകൾ വരും അല്ലെ. അപ്പൊ ആ ഒരു ഫ്ലോ സ്മൂത്ത് ആയിരിക്കണം, ഈസി ആയിരിക്കണം, വേഗത്തിലായിരിക്കണം എന്ന്. അതായത് ഭയങ്കര തിക്കും തിരക്കൊന്നും വരാതെ സ്മൂത്ത് ആയിട്ട് പേഷ്യൻസിനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് എളുപ്പത്തിലും ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കുക. പ്രൊവിഷൻ ഓഫ് സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. ഒരു ഹോസ്പിറ്റലില് ആവശ്യത്തിനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണത് അല്ലെ, ഒരു പ്രോബ്ലം ആണ്. ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലും. അവിടെ ചിലപ്പോ ഒരു സിസ്റ്റം ഉണ്ടാവും, ഒരു സ്റ്റാഫ് ഉണ്ടാവും. ചിലപ്പോ ഒരു മൂന്ന് ലൈനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ടാകും ഇല്ലേ. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമല്ലത്.
ഒരു സ്റ്റാഫ് ഉണ്ടാവും, ഒരു സിസ്റ്റം ഉണ്ടാവും, പക്ഷെ ഒരു 3 ലെയർ ആയിട്ട് ക്യൂ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതിനു വേണ്ടി തന്നെ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും, ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും സഫീഷ്യന്റ് ആയിട്ടുള്ള ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. ദെൻ പാർക്കിംഗ് അല്ലെ, ഹോസ്പിറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പാർക്കിംഗ് സൗകര്യങ്ങൾ അല്ലെ. പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് മാനേജ്മെന്റ് സ്ട്രക്ചറിൽ പറയുന്നത്. ഫെസിലിറ്റികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പേഷ്യൻസിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റികൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഓർഗനൈസേഷണൽ കോമ്പോണൻസ് ഓഫ് OPD. OPD-യുടെ ഓർഗനൈസേഷണൽ കോമ്പോണൻസ്. ഈ ചാപ്റ്ററിൽ വലിയ എന്താ പറയാ, ഒരുപാട് മെഡിക്കൽ ടേംസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് പഠിക്കാനും നല്ല എളുപ്പമാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഒരുപാട് നിങ്ങൾ അതിന് വേണ്ടി എഫോർട്ട് എടുത്ത് ടൈം എടുക്കേണ്ട ആവശ്യമൊന്നും ഈ ഒരു ചാപ്റ്ററിന് വരുന്നില്ല. ഉണ്ട്, പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ചാപ്റ്റർ മാക്സിമം നമുക്ക് ക്ലാസ്സിൽ വെച്ച് നിങ്ങൾക്ക് മാക്സിമം കവർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, അത്യാവശ്യം നമ്മുടെ ക്ലാസ്സും നല്ല രീതിയിൽ അതങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഇനി സ്പീഡ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഇനി നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് കമന്റ് ചെയ്യണേ. കാരണം ചില ആളുകൾക്ക് ചിലപ്പോൾ ഈ ക്ലാസ്സിൽ എന്താ സ്പീഡ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. കാരണം നിങ്ങൾ പറഞ്ഞാലേ ഞാൻ അറിയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചാപ്റ്റർ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ദെൻ ഇനി ചിലവർക്ക് ചിലപ്പോൾ അത്ര നമ്മുടെ ഒപ്പം എത്താൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, എന്റെ ഒപ്പം അങ്ങനെ എത്താൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. നമുക്ക് സ്പീഡ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഓക്കെ ആണോ എല്ലാവരും? കംഫർട്ടാണോ? ക്ലാസ്സില് ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ? ഓക്കെ, ഇനി ഞാൻ ചിലപ്പോ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ എന്റെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, നോർമൽ സ്പീഡിൽ തന്നെയാണ് കേട്ടോ. നമ്മള് ഒരു ടോൺ അങ്ങനെയാണല്ലോ സംസാരം അല്ലെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യത്യാസം ഉണ്ടാകും. സോ ഞാനൊരു മാക്സിമം എന്റെ ഒരു സ്പീഡ് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇനി അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഈ ഒരു സ്പീഡിലോട്ട് നമ്മൾ എത്തി അല്ലെ. അപ്പൊ നമുക്ക് ഒരുമിച്ച് തന്നെ അങ്ങോട്ട് പോകാം. ഓക്കെ, ഒരുപാട് സ്ലോ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് വലിയ എന്താ പറയാ ഒരു ബോറിംഗ് ഉണ്ടാവും, ചിലപ്പോൾ ഉറക്കം വരും. ഇത്തരം ചിന്തകളൊക്കെ എടുത്താലേ അതിനൊരു എന്താ പറയാ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇരിക്കാനും ഒരു എനർജി കിട്ടുള്ളൂ. ആണോ? ഫസ്റ്റ് പീരീഡ് തന്നെ ഞാനൊന്ന് വളരെ ഇങ്ങനെ സ്ലോ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ഒരു എനർജിയും കൂടി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നോക്കാം, ഓർഗനൈസേഷണൽ കോമ്പോണൻസ് ഓഫ് OPD. OPD-യുടെ ഓർഗനൈസേഷണൽ കോമ്പോണൻസ്, OPD-യുടെ ഘടകങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ഘടകങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള OPD-യുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 4 ഘടകങ്ങളാണ്, കോമ്പോണൻസ് ആണ് ഒരു OPD-ക്ക് ഉള്ളത്. ആ 4 പേരുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം വായിക്കുമ്പോൾ. ആ പേരുകൾ 4 കൃത്യമായിട്ട് പഠിക്കാം. മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, സബ്സർവിയന്റ് സ്റ്റാഫ് ആൻഡ് ക്ലറിക്കൽ സ്റ്റാഫ്. ഈ 4 ഘടകങ്ങളാണ് ഒരു OPD-ക്ക് മെയിൻ ആയിട്ട് വരുന്ന കോമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യാട്ടോ. ആ പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, സബ്സർവിയന്റ് സ്റ്റാഫ്, ക്ലറിക്കൽ സ്റ്റാഫ്. ഇനി അതിന്റെ സൈഡിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നുള്ളതാണ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ടു ഓർഗനൈസേഷൻ അല്ലെ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കേന്ദ്രം എന്ന് പറയുന്നത് ആരാണ്? മെഡിക്കൽ സ്റ്റാഫ് ആണ് അല്ലെ. മെഡിക്കൽ സ്റ്റാഫുകൾ ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യോ? കുറെ മറ്റു ക്ലറിക്കൽ സ്റ്റാഫുകളെയും അല്ലെങ്കിൽ എന്താ പറയാ ടെക്നിക്കൽ സ്റ്റാഫുകളെയും വെച്ചിട്ട് ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് മെഡിക്കൽ സ്റ്റാഫുകൾക്കാണ്. സോ സെൻട്രൽ ടു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റാഫ് ആണ്. ഇനി നഴ്സിംഗ് സ്റ്റാഫ്. നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള നഴ്സിംഗ് സ്റ്റാഫുകൾ ഹോസ്പിറ്റലിൽ ഉണ്ട് അല്ലെ. നഴ്സസ് ഉണ്ടാവാം, ANM ഉണ്ടാവാം. ANM എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ് വൈഫ്. ഓക്സിലറി നഴ്സ് മിഡ് വൈഫ് എഴുതി വെച്ചോളൂ. ANM ഓക്സിലറി നഴ്സ് മിഡ് വൈഫ്. ഓക്സിലറി നഴ്സ് മിഡ് വൈഫ്. ANM അതായത് എന്താണ് ANM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ മേഖലയിൽ തന്നെ നമ്മൾ എടുത്ത് പഠിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇപ്പൊ DSCO അങ്ങനെയുള്ള ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ പറയില്ലേ. ഇപ്പൊ OP അസിസ്റ്റന്റ് പോലെയൊക്കെ നമ്മൾ നിൽക്കുന്ന സ്റ്റാഫുകൾ ഇപ്പൊ ഡിപ്ലോമ കോഴ്സ് ഒക്കെ എടുത്തിട്ട് പഠിച്ചവര് തന്നെയാണ്. നഴ്സിംഗിൽ തന്നെ ഡിപ്ലോമ ഒക്കെ ചെയ്യുന്നവരെ. സബ്സർവിയന്റ് സ്റ്റാഫ്. സബ്സർവിയന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ്?
റേഡിയോളജി, ലബോറട്ടറി, ECG. സബ്സിഡിയറി എന്ന് വെച്ചാൽ എന്താണ് വാക്കിനർത്ഥം അറിയാമോ? മലയാളത്തിൽ എന്താ പറയാ? എന്തിലെങ്കിലും അധീനമായിട്ട് നിൽക്കാന്ന്. ഏതെങ്കിലും ഒന്നില്. ഇപ്പൊ റേഡിയോളജി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലില് അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടാവും. അവര് ആ ഒരു റേഡിയോളജി വിഭാഗത്തില് പ്രൊഫഷണൽ ആയിട്ടുള്ളവര്, അവരതിൽ പഠിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും അല്ലെ. ഇനി ലബോറട്ടറി എന്ന് പറയുമ്പോൾ ലബോറട്ടറിയിൽ നിൽക്കുന്ന സ്റ്റാഫുകളുണ്ട്. അവരിതുപോലെ MLTO അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള സ്റ്റാഫുകളാണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. സോ ഇനി ഈ ലബോറട്ടറിയിൽ നിൽക്കുന്ന സ്റ്റാഫുകളെ പിടിച്ച് നമുക്ക് ഫാർമസിയിൽ നിർത്താൻ പറ്റുമോ? അവർക്ക് എന്തെങ്കിലും അറിവുണ്ടോ മെഡിസിനെ കുറിച്ചിട്ട്? ഉണ്ടായിരിക്കോ? ആലോചിച്ച് നോക്കിയേ. ഇനി ഫാർമസിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ നമുക്ക് ലബോറട്ടറി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കാനും റിസൾട്ടുകൾ നോക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. സോ അതുകൊണ്ടാണ് ഓരോന്നിലും അധീനമായിട്ടുള്ളത്. അതാണ് സബ്സിഡിയറി എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം. ആ ഡിപ്പാർട്ട്മെന്റിലാണ് അവരുടെ പഠിച്ചിരിക്കുന്നതും അവരുടെ എക്സ്പീരിയൻസും. ഓക്കെ, അതിനെയാണ് നമ്മൾ സബ്സിഡിയറി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ റേഡിയോളജി, ലബോറട്ടറി, ECG അവിടെയുള്ള സ്റ്റാഫുകള്. ലാസ്റ്റ് വൺ ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലറിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റെക്കോർഡ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യണം, മീറ്റിംഗ്സുകളും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുക, പിന്നെ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. അതൊക്കെയാണ് ക്ലറിക്കൽ സ്റ്റാഫുകൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആ 4 സ്റ്റാഫുകൾ ആരൊക്കെയാണോ 4 കോമ്പോണൻസ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങള് മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ്, സബ്സർവിയന്റ്, ക്ലറിക്കല് 4 പേരുകള് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം എക്സാമിന് ചോദിക്കാറുണ്ട് ഓർഗനൈസേഷണൽ കോമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, 4 പേരുകൾ മാത്രം നോക്കുക. മെഡിക്കല്, നഴ്സിംഗ്, സബ്സർവിയന്റ്, ദെൻ ക്ലറിക്കല്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. മാനേജീരിയൽ കൺസിഡറേഷനും ഓർഗനൈസേഷണൽ കോമ്പോണൻസും ഒന്ന് നോക്കാം. ക്ലറിക്കൽ എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. കേട്ടില്ല ഞാൻ പറഞ്ഞത്? അതായത് മീറ്റിംഗ്സുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യാനും അതുപോലെ തന്നെ ഫയൽസുകളും റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഫാക്കൽറ്റിയും സെയിം ആണോ എന്ന് ചോദിച്ചാൽ സെയിം അല്ല. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭരണപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഇപ്പോ എന്താ പറയാ, ഇപ്പോ ഓഫീസ് പരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ക്ലറിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ഇതുപോലെ മെഡിക്കൽ റെക്കോർഡ്സുകളും അല്ലെങ്കിൽ മീറ്റിംഗ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തില് മറ്റു കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള ഇപ്പോ CEO, PRO അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ വരും. ഓക്കെ, അതിലും താഴ്ന്ന ലെവലിലുള്ളതാണ് ക്ലറിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മറ്റേത് കുറച്ചുകൂടി PRO അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് OPD പ്രശ്നങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പ്രോബ്ലംസ് അറ്റ് OPD വരുന്ന കുറച്ച് ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസും സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസുകള്, അതുപോലെ തന്നെ ആ പ്രോബ്ലംസുകൾ എങ്ങനെ സോൾവ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് അതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലെ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പഠിച്ചത് മതിയായോ? ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ, ഇനി അടുത്തൊരു സെക്ഷൻ ആണ് പ്രോബ്ലംസിന്റെ. PR ആയിട്ട് ജോലി കിട്ടുമോ? ജോലിയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. PR എന്ന് പറയുമ്പോഴേ ആ പോസ്റ്റ് കുറച്ചും കൂടി PR കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. PR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് PR ലെവലിലോട്ടൊക്കെ കയറാം. ഒറ്റയടിക്ക് പോയിട്ട് നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ തന്നെ PR പോസ്റ്റിൽ ഇരിക്കാൻ പറ്റുമോ? നമുക്ക് മറ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഹോസ്പിറ്റലുകൾക്ക് ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് മേഖലകളുണ്ട്, ഓരോ ഏരിയകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏരിയയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു
ആദ്യം ഏതാ കിട്ടുന്നത്? അപ്പൊ നിങ്ങളുടെ ലെവൽ, നമ്മളിപ്പോ ഓരോ ഹോസ്പിറ്റലിലും നമ്മുടെ എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നോട്ടോ, അതൊക്കെ അറിയാലോ. എക്സാമിന് മാത്രം നമ്മൾ നല്ല രീതിയിൽ മാർക്ക് കിട്ടിയത് കൊണ്ടല്ല, അടുത്ത ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതാണ്. അവിടെ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ ഏത്, നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ? ചിലപ്പോ റിസപ്ഷനിലേക്കാകാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആകാം, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആകാം. നിങ്ങൾ പോകുന്ന ഏത് സെക്ഷനിലേക്കാണോ വേക്കന്റ് വരുന്നത് അതിലേക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നമ്മളുടെ കഴിവും കൂടി നോക്കിയിട്ടാണ്. നമ്മൾ എക്സാം പഠിച്ചു ജയിക്കുക, സർട്ടിഫിക്കറ്റ് അതൊരു വശം. അതിന് പുറമേ നമ്മളുടെ പെർഫോമൻസ്, ഓക്കെ, ഇന്റേൺഷിപ്പും കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ക്ലാസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ദെൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ പ്രോബ്ലംസ് അറ്റ് OPD നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് റിവൈസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് നോക്കിയത് OPDയുടെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ്. അപ്പൊ ഫങ്ഷൻസിൽ നമ്മൾ പഠിച്ചു നേരത്തെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യാം. ദെൻ ക്യൂറേറ്റീവ് രോഗശമനം, പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലേറ്ററി ബേസിസിൽ കൊടുക്കാം. ദെൻ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ, ഫോളോ അപ്പ് കെയറുകളും ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള കെയറുകളൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ ഹെൽത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ. ദെൻ പ്രിവെന്റീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയറിനെ പ്രിവെന്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഹെൽത്ത് ആക്ടിവിറ്റീസ് ആണ് പോയിന്റ് ഔട്ട് ചെയ്തത്, വായിച്ചു നോക്കണം. അതില് ANC പഠിക്കുക, ക്രോണിക് കമ്മ്യൂണിക്കബിൾ ഡിസീസസുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. പിന്നെ നമ്മൾ 2 ടൈപ്പ് OPD പഠിച്ചു, സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും. ഹോസ്പിറ്റലിൽ ഭയങ്കര സംശയങ്ങളാണല്ലോ, ഞാൻ പറയാം കേട്ടോ. ഇതൊന്ന് വായിച്ചത് ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. 2 ടൈപ്പ് OPD, സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും. ദെൻ 3 ടൈപ്പ് പേഷ്യൻസിനെ പഠിച്ചു, ജനറൽ, എമർജൻസി, റെഫേർഡ്. മാനേജീരിയൽ കൺസിഡറേഷൻ നോക്കുക. ദെൻ ഫ്ലോ ചാർട്ട്. ദെൻ ഓർഗനൈസേഷണൽ കോമ്പോണൻസ്, 4 ഓർഗനൈസേഷണൽ കോമ്പോണൻസുകൾ. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇതില് ഒരു 50% നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും. ഇനി മോക്ക് ടെസ്റ്റ് കൂടി അറ്റൻഡ് ചെയ്താൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു. ANC എന്തായിരുന്നു? ആന്റിനേറ്റൽ കെയർ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ക്ലാസ്സുകളെ കുറിച്ചോ? ഓക്കെ ആണോ? ക്ലാസ്സുകൾ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, അനു എന്താണ് ചോദിച്ചത്? ആംബുലേറ്ററി ബേസിസ് എന്താണെന്നോ? അപ്പൊ ഇത്രയും പറഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണോ ആംബുലേറ്ററി? സൂര്യയാണോ നേരത്തെ ലേറ്റ് ആയിട്ട് കയറിയെന്ന് പറഞ്ഞത്? സൂര്യ ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാതെ തന്നെയുള്ള കെയറിങ് ആൻഡ് അഡ്മിറ്റ് ചെയ്യാതെയുള്ള ട്രീറ്റ്മെന്റ്സുകൾ. ഓക്കെ, ഇനി ക്ലാസ്സുകൾ ഓക്കെ ആണോ? എല്ലാവർക്കും ഫോളോ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ? സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു 1 hour ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കണ്ടായിരുന്നോ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഒന്ന് നോക്കാം കേട്ടോ. സർട്ടിഫിക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറഞ്ഞു തരും. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് വായിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി പ്രോബ്ലംസ് ആണ് എടുക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you. Thank you, ma'am.